ഹായ്, അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. കപ്പക്കോഴി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് അധികം വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നു. ഈ വെള്ളം നമുക്കിനി ആവശ്യമുണ്ട്. കാരണം ഈ വെള്ളത്തിലാണ് നമ്മൾ ഇനി കപ്പ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. കപ്പ നന്നായി ക്ലീൻ ചെയ്ത് ഈ വെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ കുറച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർക്കേണ്ടതുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് തിരുമ്മി ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതേ വെള്ളത്തിൽ തന്നെ നമ്മളിത് ഉടച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്കൊരു സാലഡ് കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട്. സവാള, ക്യാരറ്റ്, പച്ചമുളക് ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിലേക്ക് വിനാഗിരി കൂടി ചേർത്ത് സാലഡ് തയ്യാറാക്കുക. ഒരു ബൗളിലേക്ക് കപ്പ പുഴുങ്ങിയതും അതിന് മുകളിൽ ചിക്കൻ പൊരിച്ചതും അതിന് മുകളിൽ സാലഡും ഇട്ട് ചൂടോടെ വിളമ്പാം.